ഹൈലി ബ്രില്യൻ കുട്ടികളാണ് നമുക്കുള്ളത് നമ്മുടെ പിള്ളേർ. അതുകൊണ്ട് എന്ത് പറ്റുന്നു, മിസ്മാച്ച് വരുന്നതുകൊണ്ട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്നു. ഇന്ന് ഇറങ്ങുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങുന്ന കുട്ടികളും കോളേജിൽ ഇറങ്ങുന്ന കുട്ടികളുടെ കഷ്ടകാലം എന്താണെന്ന് പറഞ്ഞാൽ അവർ ടോട്ടലി അൺഎംപ്ലോയബിൾ ആണ്. എല്ലാ യൂണിവേഴ്സിറ്റീസും കേരളത്തിലുള്ള ഒരു ഇസ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ നമ്മൾ നടക്കുന്നത് എന്താണെന്ന് അറിയാം, നമ്മളെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സിലബസ് ഒരിക്കലും കാലഘടനപ്പെട്ട സിലബസ് ആണ്. ജാംബോന്റെ കാലത്ത് പഠിപ്പിച്ച സാധനം ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഇറങ്ങുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങുന്ന കുട്ടികളും കോളേജിൽ ഇറങ്ങുന്ന കുട്ടികളുടെ കഷ്ടകാലം എന്താണെന്ന് പറഞ്ഞാൽ അവർ ടോട്ടലി അൺഎംപ്ലോയബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങുന്ന കുട്ടികൾ, പല കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ അൺഎംപ്ലോയബിൾ മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഈ അൺഎംപ്ലോയ്മെന്റ് ബ്രീഡ് ചെയ്യുന്ന ഗ്രൗണ്ടാണ്. മനസ്സിലായി? ഇറ്റ്സ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ അൺഎംപ്ലോയ്മെന്റ്. കാരണം നിലവിലുള്ള ജോബിന്റെ റിക്വയർമെന്റും ഈ ഇവർ ഇറങ്ങുന്നതുമായിട്ട് മിസ്മാച്ച് ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ജോലി സാധ്യത ശരിക്കുണ്ട്, പക്ഷെ ഈ ജോലി ഏറ്റെടുക്കാനുള്ള ഇവരെ ട്രെയിനിങ് കൊടുക്കാതെയാണ് ഇവർ ഇറക്കി വിടുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റീസും കേരളത്തിലുള്ള ഒരു ഇസ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ അൺഎംപ്ലോയ്മെന്റ്. അത് അവർ സിലബസ് മാറണം. ആ ടീച്ചേഴ്സ് യൂണിയൻ ചിന്തിക്കണം. ടീച്ചേഴ്സ് യൂണിയന്റെ ഒരു പിടിവാശി കൊണ്ടാണ് നമ്മൾ സിലബസ് മാറായിരിക്കും. കാരണം ഈ സിലബസ് മാറുവാണ് അവർ പഠിക്കണം. അവർ പഠിച്ചാൽ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ആ ടീച്ചേഴ്സും കൂടെ മനസ്സിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ കുട്ടികളെ കാരണം നമ്മളെ ഒരു മിസ്മാച്ച് ഉണ്ട്. ഹൈലി ബ്രില്യൻ കുട്ടികളാണ് നമുക്കുള്ളത് നമ്മുടെ പിള്ളേർ. അതുകൊണ്ട് എന്ത് പറ്റുന്നു, മിസ്മാച്ച് വരുന്നതുകൊണ്ട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്നു. അവർ വിചാരിക്കും അവിടെ പോയി പഠിച്ചാൽ എന്തെങ്കിലും കിട്ടും. ഇപ്പൊ അവിടെ നിന്നും പുറത്ത് പോയിട്ടൊന്നും കിട്ടാൻ പോകുന്നു. ഇവിടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം വന്ന് ബ്ലൂ ഇക്കണോമിക് ഗ്രോ ചെയ്യും. നമ്മൾ അത്രയും ഡെറ്റ് ലെവലുള്ള സ്റ്റേറ്റ് ആണ്. കാര്യം നമ്മളിങ്ങനെ കടം വാങ്ങി നല്ല കടം കൂട്ടിക്കൊണ്ട് ഈ കടം വീട്ടാനുള്ള സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സ്വർണം മുട്ട ഇടാൻ പറ്റുന്ന താറാവ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിന് ഇടാൻ സമ്മതിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇലിമിനൈറ്റ്, മോണോസൈറ്റ്, തോറിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട് നമ്മൾ ഈ ആലപ്പുഴ കോസ്റ്റൽ ഏരിയയിൽ. ഇതിനെ എടുത്തിട്ട് നമ്മൾ അതിനെ മോണിറ്റൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എൻവയറമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മോണിറ്റൈസ് ചെയ്ത് അതിനെ കച്ചവടമാക്കി എടുക്കുമ്പം ഇതിന് ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ടോട്ടലായിട്ടുള്ള തോറിയം ഡെപ്പോസിറ്റ് മാത്രം 20 ലക്ഷം കോടി രൂപയുണ്ട്. അതിനെ മോണിറ്റൈസ് ചെയ്താൽ 50 ലക്ഷം കോടി രൂപയുടെ പ്രോഡക്റ്റ് വരും, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വരും. അത് ഗവൺമെന്റ് ചിന്തിക്കണം. ഇനി അത് നമ്മൾ പോളിറ്റിക്സ് മാറ്റി വെച്ചിട്ട് എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് അവിടെയുള്ള നാട്ടുകാരെയും കൂടെ മനസ്സിലാക്കി അവർക്കും കൂടെ ജോലി സാധ്യത കൂട്ടി വരുമ്പം നമ്മൾ ആരുടെയും മുമ്പിൽ നിന്ന് കൈ നീട്ടാൻ പോകേണ്ട കാര്യമൊന്നുമില്ല.